സ്വതക്കയെ സംബന്ധിച്ചാലും ചോദിച്ചിട്ടില്ല, അറബിനെ സംബന്ധിച്ചാൽ ചോദിച്ചതിന് മറുപടി പറയാം. ഞാൻ നേരത്തെ ഒരു ഹദീസ് പറഞ്ഞു, കാമ്മാ മുണ്ടിയില്ല. നേരത്തെ പറഞ്ഞ ഹദീസ് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അറബിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. എന്നിട്ട് സാഹത്തിന് വേണ്ടിയിട്ട് സറഫ് ചെയ്തു, ഇതാക്കി ആര് ചോദിക്കാത്തതിനെ വെറുതെ എന്തിന് ജനങ്ങളെ പറ്റിക്കണം? ജനങ്ങൾക്കറിയുന്നില്ല ചോദിക്കുന്ന ചോദ്യം എന്താണെന്നും മറുപടി പറഞ്ഞത് എന്താണെന്നും ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. നേരത്തെ ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്, നിഷേധിക്കാൻ കഴിയില്ല. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന ഒരുത്തരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഈ അറബിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി സ്വാലിഹീൻ. അമ്മാ ബഅദ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി വഖൽ തഹയ്യതി യദികി യാ ഹബീബല്ലാഹ്. ചോദ്യം: അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതിനെ കുറിച്ചാണ്. അതിന്റെ ശരഴിയായ മറുപടി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപചോദ്യം മൻ ദബഹ ലിഗൈരില്ലാഹി എന്ന് തുടങ്ങുന്ന ഈ ആശയമുള്ള അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്താൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് കുറിക്കുന്ന ഹദീസാണ് അദ്ദേഹത്തിന്റെ ഉപചോദ്യം. മറുപടി നേരത്തെ പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചൊരു കാര്യം കാണാം. വമാ ദുബിഹ ലിഗൈരില്ലാഹി വമാ ഉഹില്ല ലിഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് അതും നിങ്ങൾ ഭക്ഷിക്കൽ ഹറാമാണ്, അങ്ങനെ അറുക്കാൻ പാടില്ല എന്നൊക്കെ ഖുർആനിൽ കാണാം. അതിന്റെ വിശദമായ വിശദീകരണം ഖുർആൻ പണ്ഡിതന്മാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ്? മുശ്രിക്കുകൾ ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. അവർ അല്ലാഹുവിന്റെ മുസ്ലിമീങ്ങളൊക്കെ കോഴിയാണെങ്കിലും പോത്താണെങ്കിലും ഒക്കെ അറുക്കാറുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. ലാത്തയുടെയും ഉസ്സയുടെയും പേര് പറഞ്ഞുകൊണ്ടാണ് അറുക്കാറുള്ളത്. ബിസ്മില്ലാ, ലാത്തയുടെ നാമം കൊണ്ട് ഞാൻ അറുക്കുന്നു, ബിസ്മിൽ ഉസ്സ, ഉസ്സയുടെ നാമത്തിൽ ഞാൻ അറുക്കുന്നു എന്ന് പറഞ്ഞ് മക്കയിലെ മുശ്രിക്കുകൾ ഈ മാടുകളെയും ജീവികളെയും ഒക്കെ അറുക്കാറുണ്ടായി. വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ ഉഹില്ല ലിഗൈരില്ലാഹി, ഇങ്ങനെ അറുക്കപ്പെട്ടത് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ് എന്നാണ്. അത് അതിന്റെ വിശദീകരണം ചോദ്യാർത്ഥം ഉന്നയിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഉദ്ധരിക്കാം. അപ്പോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ആശയമാണ് ഹദീസിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ ചെയ്യുന്ന അല്ലാഹുവിന്റെ നാമത്തിലല്ല, അല്ലാഹുവിന് സമന്മാരായ മറ്റു ദൈവങ്ങളെ സങ്കല്പിച്ച് ആ ദൈവങ്ങളുടെ പേരിലും ആ ദൈവങ്ങളുടെ പ്രീതിക്കുമായി അറുക്കുന്ന പ്രവണതയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആന പഠിപ്പിച്ചിട്ടുള്ളത്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്ക് വേണ്ടി അറുക്കപ്പെട്ടത് അത് ഹറാമാണ്, ശപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ കാര്യം വളരെ അപകടമാണ്. സാധാരണക്കാരായ ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. നമ്മളെ നാട്ടിൽ പുതിയാപ്പുറ വരുമ്പോ മരുവൻ വരുമ്പോ കോഴി ഇറക്കാറില്ല. ഇത് അള്ളാഹ്ക്ക് വേണ്ടി ഇറക്കാനോ മരുവന് വേണ്ടി ഇറക്കാനോ പറഞ്ഞാൽ നിങ്ങൾ അത് മുസ്ലിക്കാണ് ചിക്കാണ് ആളാണെങ്കിൽ ആദ്യം ഇറങ്ങത്ത് പോകും വഹാബികളല്ലേ, പിന്നല്ലേ നമ്മൾ പോകുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുന്നത്, പുതിയാപ്പുറക്ക് വേണ്ടി അറുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മൗലവി സമ്മേളനത്തിൽ വരുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി മൗലവിയുടെ ഭക്ഷണമുള്ള ദിവസം അയാൾ ഇവിടെ പ്രത്യേകിക്കാൻ വരിക. അപ്പൊ അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അതുകൊണ്ട് കോഴി ഇറക്കണം, മൗലവിക്ക് വേണ്ടിയാ കോഴി ഇറക്കണം. കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുള്ള ചോദ്യമനുസരിച്ച് അപ്പൊ അതും ചുരുക്കാണ്, നരകത്തിന് പോകുന്നു പറയേണ്ടി വരില്ലേ? അപ്പൊ ചുരുക്കത്തിൽ അത് ഒരു പ്രയോഗമാണ്. അത് അറബ് മാത്രമല്ല. ഇന്നാ ഞാൻ ചോദിക്കട്ടെ, ഇത് അറബിനെ കുറിച്ച് മാത്രമല്ലല്ലോ ഇസ്കാൽ. അറബ് മാത്രം അള്ളാഹ്
നമുക്ക് വേറുള്ളതൊക്കെ പിന്നെ പഠിക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നിസ്കാരത്തിൽ ആദ്യം പറയുന്നത് എന്താ? ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? പടച്ചവനെ, എന്റെ നിസ്കാരം നിനക്കുള്ളതാണ്, നുസുക്കി എന്റെ ഇബാദത്തുകൾ മുഴുവനും നിനക്കുള്ളതാണ്. എന്തിനധികം പറയണം? വ മഹ്യായ എന്റെ ജീവിതം മുഴുവനും നിനക്കുള്ളതാണ്. ഒരു അറബ് മാത്രമല്ല നിനക്കുള്ളത്. മുജാഹിദിന് ആകെ അറബ് മാത്രമേ അള്ളാഹുള്ളൂ. സുന്നികൾ അങ്ങനെയല്ല, മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല, ജീവിതം മുഴുക്കെ അള്ളാഹുവിനാണ്. അപ്പൊ മഹിയായ എന്റെ ജീവിതം മുഴുവനും അള്ളാഹുവിനാകുന്നു. അപ്പൊ മമാത്തി എന്റെ മരണവും അള്ളാഹുവിനുള്ളതാകുന്നു. അപ്പൊ നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിനുള്ളതെന്ന് അതിന് അറബും അറബല്ലാത്ത അറക്കാതെ പറപ്പിക്കണതും ഒക്കെ അതിൽ പെട്ടു. അപ്പൊ നമ്മൾ അറക്കുന്നത് അള്ളാഹുവേതര ദൈവങ്ങളുടെ പ്രീതി കാണിച്ചുകൊണ്ടോ ആ ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടോ അല്ല ഈ അറുക്കുന്നതൊക്കെ. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ അറുക്കുന്നു. എന്നിട്ട് ആ അറുത്ത ജീവിയുടെ മാംസം മുഹയ്യദ്ദീൻ ഷേഖിന്റെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, റസൂലുള്ളാഹിയുടെ പേരിൽ, പലതിന്റെയും പേരിൽ നമ്മൾ സദഖ ചെയ്യുന്നു, ദാനം ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് ശിർക്കല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓതിയ സഹീഹുൽ മുസ്ലിമിൽ തന്നെ കാണാം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100 ഉളഹിയത്ത് അറുത്ത് കൊടുത്തത്. ഒരു സന്ദർഭത്തിൽ ഉളഹിയത്ത് സന്ദർഭത്തിൽ 100 എണ്ണം, 66 എണ്ണം അള്ളാഹുവിന്റെ റസൂൽ അറുത്തു. ബാക്കിയുള്ളത് അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അറുപ്പിച്ചു. ഇതാർക്ക് വേണ്ടിയായിരുന്നു? ഈ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് വേണ്ടിയായിരുന്നു അറുത്തത് എന്ന് സഹീഹ് മുസ്ലിമിൽ തന്നെ കാണാം. നിങ്ങൾ പറഞ്ഞതെന്താ? അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അടുത്ത അവന്റെ കാര്യം കഷ്ടാണ്. അപ്പൊ ആദ്യം റസൂലുള്ളാഹിന്റെ കാര്യം കഷ്ടാന്ന് പറയേണ്ടി വരും. അപ്പൊ അതിന്റെ അർത്ഥം അതൊന്നുമല്ല. അതൊക്കെ ആളുകളെ കണ്ണുപൊടിയിട്ടാണ് ഒരു പരിപാടിയാണ്. അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുടെ പേരിൽ ഉച്ചരിച്ചുകൊണ്ടോ ദൈവങ്ങളുടെ പ്രീതി കാണിച്ചുകൊണ്ടോ മറ്റ് ദൈവങ്ങൾക്ക് വേണ്ടിയോ അറുക്കാൻ പാടില്ല. അതല്ലാതെ പുതിയാപ്പുറ നമ്മളെ വീട്ടിൽ വരുമ്പോ, മരുമകൻ വരുമ്പോ മരുമകന് വേണ്ടി, ഇത് മരുമകന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ പള്ളിക്കത്തെ ഉസ്താദിന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ മുജാഹിദ് സെന്ററിലെ മൗലവിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് കരുതിയിട്ട് അറുത്താലൊക്കെ ഈ ശാപത്തിൽ ഉൾപ്പെടുമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ നേരെ മറിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനിലെ സൂക്തം വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. അപ്പൊ നാപ്പോ വേറൊരു പരിപാടി ഉണ്ട്, മുസ്ലിമികൾ ചെയ്യുന്ന പരിപാടി. എന്താണത്? ഔലിയാക്കൾക്ക് വേണ്ടി നേർച്ച നേടുന്നു, എന്നിട്ട് ജീവി അറുക്കുന്നു, അതേ ഔലിയാക്കളുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നു. ഇമാം മുഹമ്മദ് സ്വാദി അങ്ങനെ തന്നെ വിശദീകരിച്ചത് കാണാം. അതിനൊരു കുഴപ്പവുമില്ല. അത് മഹബൂബുൻ അംറുൻ മഹബൂബുൻ, പുണ്യകർമ്മമാണ്, സുന്നത്താണ്, യാതൊരു തകരാറുമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഓതിയ ആ ഹദീസിന്റെ ശരിയായ വ്യാഖ്യാനം അറുക്കണ നേരത്ത് പുതിയാപ്പുഴ കരുതാൻ പാടില്ലെന്നോ, അറുക്കണ നേരത്ത് നമ്മൾ ഈ അറുക്കുന്നത് മൗലവിക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കാൻ പാടില്ലെന്നോ എന്നൊന്നുമല്ല. അല്ലാഹു അല്ലാത്ത ദൈവങ്ങളുടെ പേരിൽ, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളുടെ പ്രീതിക്കായി അറുക്കാൻ പാടില്ല എന്നാണ്. അത് സുന്നികൾ ആരും ചെയ്യുന്നില്ല. ഞങ്ങളൊക്കെ അള്ളാഹിന്റെ പേരിൽ തന്നെ അറുക്കാറുള്ളത്. അതുകൊണ്ടല്ലേ പള്ളിക്കത്തെ മൂലയുടെ വിളിച്ചിട്ട് അത് സാധാരണ അർപ്പിക്കാറുണ്ട്. നമ്മൾ അടുത്തൊരു പ്രശ്നം മാണ്ടാന്ന് കരുതി പഴയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 4 ആൾ കേൾക്കുന്ന ഉറക്കനെ ആ മഹറൊക്കെ ഹലക്കുന്നതിന്റെ ശരിക്കായ ഉറപ്പടിച്ചിട്ട് മൂപ്പര് അറുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ആയത്തിലോ ഹദീസിന്റെ പരിധിയിലോ സുന്നികൾ ഒരിക്കലും ഉൾപ്പെടുകയില്ല. സുന്നികൾ ചെയ്യുന്നത് തൗഹീദാണ്, ശിർക്കല്ല, ഹദീസിന്റെ വ്യാപ്തിയിൽ പെടുകയില്ല. മൂപ്പർക്ക് സൽക്കരിക്കാൻ വേണ്ടിയിട്ട് അറക്കുന്നതാണ്. അത് മൂപ്പർക്ക് വേണ്ടിയുള്ളതല്ല. അറബ് അല്ലാഹു